അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും മജ്ലിസിലേക്ക് ഹാർദവമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മളൊരു മജ്ലിസിലും കൂടി എത്തിപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇനിയും ഇതുപോലെ ഒരുപാട് മജ്ലിസുകളിൽ എത്തിച്ചേരുവാൻ സർവശക്തനായ നാഥൻ എനിക്കും നിങ്ങൾക്കുമെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശിഷ്ടകാലം അവൻ്റെ താഴത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ചില ആളുകളുടെയൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു, ഉസ്താദെ, ശൈത്താനിയത്തും അതുപോലെ സിഹ്ർ സംബന്ധമായ പ്രശ്നങ്ങൾക്കും എന്താ പരിഹാരമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിച്ചായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി എന്നോണമാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. നമ്മളെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാനും അത് കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തൊരവസ്ഥയിലേക്ക് ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമ്മളെ എല്ലാത്തിനുമുള്ള മരുന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഏത് പൈശാചിക ഉപദ്രവങ്ങൾ ബാധിച്ചാലും, സിഹർ ബാധിച്ചാലും, കണ്ണേറ് ബാധിച്ചാലും എല്ലാത്തിനുമുള്ള പരിഹാരം വിശുദ്ധമായ ഖുർആനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളും അത് ഉൾക്കൊണ്ട സഹാബാക്കളെ മാതൃകയും ഔലിയാക്കന്മാരുടെയൊക്കെ മാതൃകയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉസ്താദ, സിഹ്ർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഖുർആനിലെ ആയത്ത് ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് ഒരു മറുപടി എന്നോണം ഇത് അവതരിപ്പിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈശാചികമായ ഉപദ്രവങ്ങൾ, ഷർറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാരണം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം ഓതിയിട്ട് അതിൽ മന്ത്രിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു 7 പ്രാവശ്യം ഓതിയിട്ട് അതിനകത്ത് മന്ത്രിക്കുക. സൂറത്ത് ഫലക്ക് ഒരു 7 പ്രാവശ്യം ഓതിയിട്ട് അതിനകത്ത് മന്ത്രിക്കുക. അതുപോലെ സൂറത്ത് നാസ് 7 പ്രാവശ്യം ഓതിയിട്ട് അതിനകത്ത് മന്ത്രിക്കുക. മന്ത്രിച്ചതിന് ശേഷം നമ്മൾ ബിസ്മിയും പറഞ്ഞ് അത് കുടിക്കുക. നിരന്തരം നമുക്ക് സിഹ്ർ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇത് ഊതിയിട്ട് നമ്മൾ നിരന്തരം കുടിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളുടെ ബറക്കത്തുകൊണ്ട് നമ്മളിൽ ഉള്ള എല്ലാ സിഹ്റും ശൈത്താനിയത്തും ഒക്കെ ഇതുകൊണ്ട് ബാത്തിലാകുന്ന ഏറ്റവും നല്ല സിഹ്റിന് വേണ്ടി ഇറക്കപ്പെട്ട ഒരു ആയത്താണ് ഈ ഖുൽ അഊദു ബിറബ്ബിന്നാസും സൂറത്തുൻ നാസും ഒക്കെ. ഇൻഷാ അല്ലാഹ് ഇത് നിത്യവും നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിച്ചുകൊണ്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സിഹ്ർ സംബന്ധമായ, കണ്ണീർ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ മോചനം കിട്ടാൻ കാരണമായി തീരും. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥങ്ങൾ മനസ്സിലാക്കി അമല് ചെയ്യുന്ന സത്യവിശ്വാസികളിൽ എന്നെ നിങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.